ശലോം പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അന്ത്യവിധിക്കായി ഒരുങ്ങി നിൽക്കുന്ന ക്രിസ്ത്യാനികളോടാണ്. ഒരു ക്രിസ്ത്യാനി ജനിക്കുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നതാണ് അവൻ്റെ ആത്മീയ ജീവിതം, അല്ലേ? അതായത് ദിവസവും രാവിലെ പള്ളിയിൽ പോകണം, കുർബാന സ്വീകരിക്കണം, ചീത്ത വാക്കുകളൊന്നും പറയരുത്, ചീത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെവി അടയ്ക്കണം, കാഴ്ചകൾ കാണുമ്പോൾ കണ്ണടയ്ക്കണം, അതുപോലെ എല്ലാ പുരോഹിതന്മാരെയും കാണുമ്പോൾ സ്തുതി കൊടുക്കണം എന്നിങ്ങനെ 100 കീഴ്വഴക്കങ്ങൾ. അതിൽ പ്രധാനമായത് മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. പിന്നെ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് തല്ല് കണ്ടാൽ മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി വീട്ടിലോട്ട് പോരണം. ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യം റെഡിയാണല്ലേ? ഒന്ന് പറയാൻ മറന്നുപോയി. അതായത് എല്ലാവരോടും ക്ഷമിക്കണം. ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണം, അല്ലേ? അവരോടൊക്കെ ദൈവം ചോദിച്ചോളുന്നു. ഇതാണ് ഒരു ശരാശരി ക്രിസ്ത്യാനി. മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. ഭക്തിയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നിങ്ങൾ തന്നെ ഒരു അടിവര ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? ആ വരയുടെ അപ്പുറത്തേക്ക് കടന്നാൽ അവൻ തൻ്റെടി അല്ലെങ്കിൽ അവൾ താൻ തോന്നി. ഒന്നോർത്താൽ അറിയാതെ പോലും മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് തകർക്കുകയാണ് ഒരു കോമാളിയെ പോലെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ. ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാതിരുന്ന് നോക്കി, അപ്പോൾ എന്തുണ്ടാവാ? ചുറ്റും ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലേ? ഇന്ന് പള്ളിയിൽ പോയില്ലേ, എന്തോ അപരാധം നമ്മളോട് ചെയ്ത പോലെ, അല്ലേ? എത്ര വയ്യെങ്കിലും ഏങ്ങി വലിച്ച് പള്ളിയിൽ പോകും. പള്ളിയുടെ പുറത്തായാലും വരാന്തയിലായാലും ഇരുന്ന് പരസ്പരം കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, കുർബാന കഴിയുമ്പോഴേക്കും അവിടേക്ക് ഓടി എത്തിയാൽ മതി. ഇനി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴോ എല്ലാവരുടെയും കൂടെ വിശുദ്ധന്മാരെ പോലെ നെഞ്ചും നിവർത്തി അങ്ങോട്ട് നെളിഞ്ഞു വരും, അല്ലേ? എന്നിട്ട് പള്ളിയിൽ പോകാത്തവരോട് ചോദിക്കും, അയ്യോ നീ പള്ളിയിൽ പോയില്ലേ, അല്ലേ? എന്തൊരു വലിയ അപരാധമാണല്ലേ? നീ ഒന്നോർക്ക് ക്രിസ്ത്യാനി, നീ ആരെ കാണിക്കാനാ? നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുന്നത് ആരാ? സർവശക്തനായ ദൈവമാണ്, മനുഷ്യരല്ല. നിങ്ങളുടെ പാനപാത്രത്തിൻ്റെ പുറം മാത്രം വെടിപ്പാക്കി വെച്ചിട്ട് എന്താ പറയുക, അഴുക്ക് നിറഞ്ഞ ഈ അകം കൊണ്ട് ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ? അന്ന് പണ്ട് ദേവാലയത്തിൽ യേശുവ സംസാരിച്ചിരുന്നപ്പോൾ യഹൂദന്മാർ യേശുവായുടെ ആശ്ചര്യപ്പെട്ടല്ലേ? ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത യേശുവ എങ്ങനെയാണ് ശാസ്ത്രം അറിയുന്നത് എന്നാണ് അന്ന് അവർ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? കാരണം ആ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. അതായത് യേശുവ നോക്കിയത് സ്വന്തം മഹത്വമല്ല, അന്ന് യേശുവായെ അയച്ച ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് യേശുവ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഇന്നോ ക്രിസ്ത്യാനി സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. പുരോഹിതന്മാർ പോലും സ്വന്തമായി ഓരോ കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടും അല്ലെങ്കിൽ വൈറലാകാൻ ഓരോ റീൽസും വീഡിയോസും ഒക്കെ ചെയ്തുകൊണ്ട് അവർ സമൂഹത്തിൽ ബഹുമാനവും സമൂഹത്തിൻ്റെ മാനവും ഇച്ഛിക്കുന്നവരാണല്ലേ? മാനുഷിക നിയമങ്ങൾക്ക് നീതിമാന്മാരെ ഭരിക്കാൻ പറ്റില്ല. അതായത് മാനുഷിക നിയമങ്ങൾ നീതിമാന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ദൈവത്തിൻ്റെ കോടതിയിൽ മാനുഷിക നിയമങ്ങൾക്ക് സ്ഥാനമില്ല. അതായത് ഒരു പക്ഷേ മനുഷ്യൻ്റെ മുൻപിൽ തെറ്റായത് ദൈവത്തിന് മുൻപിൽ ശരിയാകാം. ദൈവത്തിൻ്റെ മുൻപിൽ തെറ്റായിരിക്കാം ചിലപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഒരുപാട് നന്മ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. അന്ന് മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ യേശുവായെ പോലും അന്നത്തെ മനുഷ്യർ ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലേ? എന്ത്? ശബാത്തിൽ മനുഷ്യനെ സുഖപ്പെടുത്താൻ പാടുണ്ടോ? അത് തെറ്റാണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ യേശുവ എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ കാഴ്ച പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിനെന്നല്ലേ? അപ്പം അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ യേശുവായെ അനുകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനികൾ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഈ വിദ്യാഭ്യാസ മേഖല മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്ന അവർ 10-15 വർഷം പഠിച്ച് എന്താ പറയുക, അത്ര വിദ്യാസമ്പന്നരായിട്ട് പോലും അവർ പോലും രാവിലെ എഴുന്നേറ്റ് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുകയും കുട്ടികളെ പോലും അങ്ങനെ പഠിപ്പിച്ച്
ഈ കുട്ടികൾ ഡോളിനെയൊക്കെ ഡ്രസ്സ് മാറ്റി ഉടുപ്പിക്കുന്ന പോലെ ഓരോ വിഗ്രഹത്തിനെയും ഡ്രസ്സ് മാറ്റി ഉടുപ്പിച്ചും കുന്തിരിക്കും പുകച്ചും അങ്ങനെ ആ പ്രതിമയെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക അല്ലേ? അപ്പം മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നോക്കി. വിദ്യാഭ്യാസമുണ്ട് എന്ന് കരുതി വിവരമുണ്ടാകണമെന്നില്ല. ഇനി വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്ന് കരുതി വിവേകമുണ്ടാകണമെന്നില്ല അല്ലേ? ഈ വിവേകമാണ് നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:23 എന്താ പറയുന്നത്? അക്ഷയമായ ദൈവ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപത്തിന് സാദൃശ്യമാക്കി മാറ്റിക്കഴിഞ്ഞു അല്ലേ? പിന്നെ പറയാണ്, അവരുടെ ഹൃദയം, വിവേകമില്ലാത്ത ഹൃദയം കേട്ടോ, വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി എന്നല്ലേ? തിരുവചനം പറഞ്ഞിരിക്കുന്നത് എത്ര സത്യമാണ്. ലോകത്തിലെ സകലത്തിനെയും കുറിച്ച് മനുഷ്യനറിയാം അല്ലേ? എന്നാൽ സ്വന്തം ആത്മാവിനെ കുറിച്ച് അവൻ അറിയേണ്ട ആവശ്യമില്ല. അവൻ നാട്ടുകാരുടെ മൊത്തം കാര്യം തിരക്കി പോകും, നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പോകും. പക്ഷേ നിന്നെക്കുറിച്ച് നീ അന്വേഷിച്ചോ? ഈ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പാടുപെടുന്ന നിന്റെ സ്വന്തം കാര്യം എന്താ നോക്കാത്തേ? നിന്റെ ആത്മാവിന് എന്താണ് നീ ശ്രദ്ധിക്കാത്തേ? ഇപ്പോൾ ഇനി ഒന്നും വേണ്ട, ഒരു നോർമലായ മനുഷ്യനായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് എന്താ തോന്നാം? അതായത് മനുഷ്യ ശരീരത്തെ യാന്ത്രികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാകും അല്ലേ? അതായത് ഈ ലോകം ആരൊക്കെയോ ചേർന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിതം, AI ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ? അപ്പം അതൊക്കെ നോർമലായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പോലും മനസ്സിലാകൂ അല്ലേ? അപ്പോൾ ഈ ലോകത്തെ എല്ലാ അറിവിനെക്കുറിച്ചും വിദ്യാസമ്പന്നനായ നീ ആദ്യം നിന്റെ ആത്മാവിനെ കുറിച്ച് പഠിക്കാം. അതുകൊണ്ട് തന്നെ മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. 1800കളിലെ ശാസ്ത്രം പോലും അത് ശരിവെച്ച കാര്യമാണ്. അപ്പോൾ ദൈവവുമായിട്ട് കണക്റ്റുള്ള അവരാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ദൈവമുണ്ട് എന്ന് ഏത് നിരീശ്വരവാദിയാണെങ്കിൽ കൂടിയും ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ആ ദൈവത്തെ അന്വേഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്വേഷിക്കുന്ന ആ ഒരു വിധം പലതരത്തിലാണെന്ന് മാത്രം. അതായത് ദൈവത്തിൻ്റെ വല്ലഭത്വം കണ്ടെത്തുമ്പോൾ ചിലർക്ക് തെറ്റുപറ്റും. അതെങ്ങനെയാ? ഒരു പാസ്റ്ററോ മാതാപിതാക്കളോ പറഞ്ഞു കൊടുക്കുന്ന ഒരു നിലയ്ക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ, അതൊരു കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് ആണ് ആദ്യം തെറ്റുപറ്റുക അല്ലേ? അതായത് ദൈവം എന്ന ആ സങ്കല്പത്തിൽ, ദൈവമെന്ന് ഒരു വസ്തുവിനെ കണ്ട് ആ ദൈവമാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒന്ന് ഓർക്ക് നിങ്ങൾ, ദൈവം ആത്മാവാണ്, ദൈവത്തിന് രൂപമില്ല അല്ലേ? പക്ഷെ ദൈവത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ നീ എന്താണ് ചെയ്യരുതാത്തത്? ആ പ്രത്യക്ഷപ്പെട്ട രൂപത്തെ നീ ദൈവമാക്കി കണക്കാക്കരുത്. മനസ്സിലായോ? അതായത് പ്രാവിൻ്റെ രൂപത്തിൽ ദൈവം വന്നു എന്ന് വെച്ച് പ്രാവ് ദൈവമാകുമോ? തീയുടെ രൂപത്തിൽ വന്നു എന്ന് വെച്ച് തീ ദൈവമാകുമോ? അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം വന്നു എന്ന് വെച്ച് ആ മനുഷ്യനെ ദൈവമാക്കി കണക്കാക്കാൻ പാടുണ്ടോ? അതിന് ഉദാഹരണമാണ് യേശുവ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിൽ യേശുവായുടെ രൂപത്തിൽ വന്ന ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനായ യേശുവായല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ദൈവം ഒരു യഹൂദനായ മനുഷ്യനായിട്ട് യേശുവായിട്ട് ഭൂമിയിൽ അവതരിച്ച ആ സമയത്ത് യേശുവായെ നമ്മൾ ഒരിക്കലും ദൈവമായി കണക്കാക്കരുത്. ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതാണ്. ഭൂമിയിലുള്ള യേശുവായെ അവർ ദൈവമായി കണക്കാക്കിയില്ലേ? പക്ഷെ പകരം എന്താണ്? യേശുവായിലുള്ള ദൈവത്തെയാണ് നമ്മൾ ദൈവമായി കണക്കാക്കേണ്ടത് അല്ലേ? അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ സഭയിൽ പോയിട്ട് ഒരു കാര്യമില്ല, വചനം ഫോളോ ചെയ്യണം. ദൈവത്തെ കണ്ടെത്താൻ സഭയിലും പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മത്തായി 6:6 എന്താ പറയുന്നത്? നീ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്ന പറയണേ അല്ലേ? ഇപ്പം നിനക്കൊരു മൊബൈൽ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം നീ ആദ്യം ആ മൊബൈലിലെ സെറ്റിങ്സ് നീ അന്വേഷിച്ച് പോകുമല്ലേ? അപ്പം ക്രിസ്ത്യാനിയായി ജനിച്ച നിന്റെ
ദൈവത്തിൻ്റെ പേര് പോലും അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല എന്നതാണ് സത്യം, അല്ലേ? എന്ത് മോശമുള്ള കാര്യമാണ്. ആദ്യം നീ അന്വേഷിക്കേണ്ടത് നിൻ്റെ ദൈവം ആരാണെന്നാണ്. നീ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും ബൈബിളിൽ നിനക്ക് ഒരു ദൈവം ഇല്ല. അതാണ് സത്യം. ബൈബിൾ മുഴുവൻ പറയുന്നത് യഹൂദൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. യഹൂദരാണ് മൊത്തം. യേശുവായാലും ആദിമ പിതാക്കളായാലും പൂർവ്വപിതാക്കന്മാരായാലും യേശുവായുടെ ശിഷ്യന്മാരായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും എന്ന് വേണ്ട, ഈ ബൈബിൾ മൊത്തം യഹൂദന്മാരെ കുറിച്ചാണ്, യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതാണ്, യഹൂദന്മാർ എഴുതിയതാണ്, അല്ലേ? അപ്പോൾ നീ എവിടെ നിന്ന് വന്നു ക്രിസ്ത്യാനി? നീ അന്വേഷിക്ക്. ഈ ലോകത്തെ മൊത്തം അറിയുന്ന നീ നിന്നെ പറ്റി അന്വേഷിക്ക്. നിങ്ങളൊന്നും ഓർത്തേ, സാത്താൻ്റെ പേരിന് പോലും മാറ്റമില്ല ഏത് ഭാഷയിലായാലും, അല്ലേ? ഈ തള്ളാഹു എന്നുള്ള പേര് ഏത് ഭാഷയിലായാലും തള്ളാഹു തന്നെയല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിൻ്റെ പേര് അത് മാത്രം പല ഭാഷയിൽ നിന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടു എങ്കിൽ നീ ചിന്തിക്ക്. യഥാർത്ഥ ദൈവത്തിൻ്റെ പേര് അതുപോലും പറഞ്ഞു തരാത്ത പുരോഹിതൻ്റെ അടുത്ത് നിന്റെ ആത്മാവിനെ കൊടുത്തിട്ട് എന്ത് കാര്യം? യേശുവ എന്നുള്ള യഥാർത്ഥമായ പേര് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് യേശു എന്നും ഇംഗ്ലീഷിൽ ജീസസ് എന്നും തമിഴിൽ യേശു എന്നും പല പേരുകളിൽ നിന്നെ പഠിപ്പിച്ച് തന്നപ്പോൾ നീ ചിന്തിക്ക്, ഈ പറഞ്ഞു തന്ന പുരോഹിതൻ്റെ പേര് പല ഭാഷയിൽ പല പേരാണോ? അല്ലല്ലോ. അപ്പം അതെന്തുകൊണ്ടാണ് നിന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടത്? ഇനി ശബാത്ത് എന്ന ദിവസം അതുപോലും സഭ മാറ്റിക്കളഞ്ഞല്ലേ. 4-ാം പ്രമാണം പോലും തെറ്റിച്ചിട്ട് ശനിയാഴ്ച 7-ാം ദിവസം ശബാത്ത് ആചരിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് സഭ അതുപോലും തെറ്റിച്ച് ഞായറാഴ്ചയാണെന്ന് പഠിപ്പിച്ചു. ആ സഭയിൽ നീ പോയിരുന്നിട്ട് എന്തുണ്ടാക്കാനാ? ശബാത്ത് ഇല്ലാതെ ഒരാൾക്ക് നിത്യരാജ്യത്തിൽ കയറാൻ പറ്റില്ല. അത് ബൈബിളിൽ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പലതരത്തിലും സഭ നിന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നല്ലേ. പക്ഷെ നിനക്കറിയോ, നിങ്ങൾ അറിയാതെ തന്നെ റോബോട്ടുകളായി മാറാണ്. പല തെറ്റും ശരിയാണെന്ന് വരുത്തി തീർക്കുമ്പോൾ നിങ്ങളും അതിൽ വീഴാണ് ചെയ്യണേ. അതായത് ഒരു തെറ്റ് 1000 പേര് നിന്നിട്ട് ശരിയാണ് എന്ന് പറഞ്ഞ് ആ തെറ്റിനെ ശരിയാക്കി മാറ്റുമ്പോൾ നിങ്ങളും അത് ശരിയാണ് എന്ന നിലയിലേക്കാണ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. അപ്പം ശരിയും തെറ്റും എന്താണെന്ന് അവനറിയാം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ടാണല്ലേ. അപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു ഒത്തുചേരൽ തെറ്റാണെന്ന് ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്, അല്ലേ? അതായത് ആണും അതുപോലെ പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ദാനിയേൽ 2:43 ഇരുമ്പും കളിമണ്ണും കലരുന്ന അത് തമ്മിൽ ചേരില്ല, അതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പം പണ്ട് അയ്യേ എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഹായ് എന്ന് പറയുകയാണല്ലേ. ഈ സഭ പോലും, അതായത് മുന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കാമെന്ന് അനുമതി കൊടുത്തല്ലേ. അപ്പോൾ ദൈവവചനത്തിൽ പോലും ഇത് തെറ്റാണ്, പാപമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യം നമ്മൾ ഇത് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ചെയ്തിരുന്ന ആളുകൾ ഇതിപ്പോൾ സാധാരണ പോലെയായി, അവർക്ക് പെർമിഷൻ കിട്ട പോലെയായി. ക്രെഡിറ്റ് ആക്കിയിട്ടാണ് ഇന്ന് ആ തെറ്റുകൾ കണക്കാക്കണത്, അല്ലേ? ഇപ്പോൾ മോളുടെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കണം, മോള് കെട്ടുന്നത് ആരെയാ, ആണിനെയാണോ പെണ്ണിനെയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലെത്തിക്കഴിഞ്ഞു നമ്മൾ. അതായത് സ്റ്റാറ്റസ് നോക്കുമ്പോൾ നോർമലായിട്ടുള്ള മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അല്ലേ? നോർമലായ മനുഷ്യൻ്റെ വില ഇടിഞ്ഞു പോകുന്ന അവസ്ഥ. വേറൊരു ഉദാഹരണമാണ് ടാറ്റൂസ്, അല്ലേ? പണ്ടൊക്കെ ടാറ്റൂസ് ഒട്ടിക്കുന്നവർ നമ്മൾ വളരെ മോശമായിട്ടാണ് കരുതിയിരുന്നത്. ക്യാൻസർ വരും, അല്ലെങ്കിൽ ഇത് എന്തിനാ ഒട്ടിക്കണേ, വളരെ വൃത്തികെട്ട ഒരു രീതിയിലാണ് നമ്മൾ പോലും നോക്കിയിരുന്നത്. ടാറ്റു ചെയ്യരുത്, പച്ച കുത്തരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലേ. പക്ഷെ ഇന്നോ അതൊരു സ്റ്റൈലാണ്, അതില്ലെങ്കിൽ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന കാലമാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു വലിയ ജനം നരകത്തിലേക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുറന്തള്ളുമ്പോൾ തിരിഞ്ഞു നടക്കാന്ന് വെച്ചാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ്.
അവിടെ നമ്മൾ നേരിടേണ്ടി വരുന്നത് അധികാരത്തെയും വാഴ്ചകളെയും അധിപതികളെയും ദുഷ്ടാത്മസേനകളെയുമാണ്. അപ്പോൾ നിങ്ങൾ ശത്രുവിൻ്റെ ആ ഒരു ശക്തി, ആ ബലം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം ശത്രുവിൻ്റെ ബലം കണ്ടറിഞ്ഞ് യുദ്ധത്തിനൊരുങ്ങണം. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 6:9 എന്താ പറയുന്നേ? നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിനെന്ന്. മനസ്സിലായ? അതായത് സ്വർഗത്തിലെ ദൈവത്തിന് മുഖപക്ഷമില്ല. നിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുക, അല്ലേ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. ഇനിയുള്ളത് അവസാന ദിവസങ്ങളാണ്. അപ്പം സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വരുന്നത് ദിവസവും പള്ളി പോകുന്ന ക്രിസ്ത്യാനിയുടെ അടുത്തേക്കല്ല. അത് നീ ചിന്തിക്കണം. അവരെന്തായാലും സാത്താനുള്ളതാണ്. സാത്താൻ അറിയാം, കാരണം അവർ ലോകത്തിൻ്റെ മക്കളാണ്. ഈ ലോകം എൻ്റെയാണ്, അല്ലേ? ആരുടെ? സാത്താൻ്റെ. കർത്താവ് എന്താ പറഞ്ഞ? ഈ ലോകം എൻ്റെ അല്ല എന്ന്, അല്ലേ? അപ്പോൾ ലോകത്തിൻ്റെ മക്കളെല്ലാം സാത്താൻ ഉള്ളതാണ് എന്ന് സാത്താൻ അറിയാം. എന്നാൽ തിരിഞ്ഞു നടക്കുന്ന നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളല്ല, വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മക്കളായതുകൊണ്ട് ആ സാത്താൻ യുദ്ധത്തിന് വരുന്നത് ആരുടെ അടുത്താ? നമ്മുടെ അടുത്തേക്കാണ്, അല്ലേ? ആര്? സ്വന്തക്കാരിലൂടെ, ബന്ധുക്കളിലൂടെ, രാഷ്ട്രീയ നിയമങ്ങളിലൂടെ, സഭയിലെ നിയമങ്ങളിലൂടെ, എന്തിന്? ആരോഗ്യ കുത്തിവയ്പ്പിലൂടെ. എപ്പോഴും, അല്ലേ, ജീവിക്കണമെങ്കിൽ അവനെ അനുസരിക്കണം എന്ന ഒരു സ്ഥിതിയാണ് ഇനി വരുന്നത്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 6:13 അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല. നാം എങ്ങനെ ഒരുങ്ങണമെന്ന് ആ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, സത്യം നിങ്ങളുടെ അരയായിരിക്കണം, അരയ്ക്ക് കെട്ടിയിരിക്കണം സത്യത്തിനെ. പിന്നെ നീതി എന്ന കവചം നിങ്ങളുടെ ധരിക്കണമെന്ന്. നീതിയായിരിക്കണം നിന്റെ കവചം. പിന്നെ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നിന്റെ കാലിൻ്റെ ചെരുപ്പാക്കണം. ഇനി അതിനും മേലെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നീ നിൽക്കണം, അല്ലേ? അപ്പം നമ്മുടെ പരിച എന്തായിരിക്കണം? ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ വിശ്വാസം, അതായിരിക്കണം നമ്മുടെ പരിച. ഇനി രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളണം. മനസ്സിലായി? അപ്പം നമ്മുടെ വാള് ദൈവവചനമായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് വചനം പറയണേ. മനസ്സിലായ? നമ്മൾ സകല സമയത്തും നമ്മൾ ആബയോടുകൂടിയായിരിക്കണം. എപ്പോഴും ആബയോടൊത്ത് ചിന്തിക്കണം, ആബയോടൊത്ത് സംസാരിക്കണം, ആബയുടെ കൂടെ നടക്കണം. എപ്പോഴും നമ്മളുടെ ആബയുടെ കൈ പിടിച്ച്, ആബ നമ്മുടെ കൈയാണ് പിടിക്കേണ്ടത്. നമ്മൾ ആബയുടെ കൈ പിടിച്ചാൽ ലോകത്തിൻ്റെ മോഹങ്ങൾ കാണുമ്പോൾ ആബയുടെ കൈ വിട്ട് നമ്മൾ ഓടും. അപ്പം ആബയോട് പറയണം, ആബച്ചി എൻ്റെ കൈ പിടിക്കണേന്ന്, അല്ലേ? അപ്പം ആബ നമ്മുടെ കൈ പിടിക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹം കണ്ട് ഹായ് എന്ന് പറയുമ്പോഴും ആബ ഒരു വഴി വിളിക്കും, വാ നീ എൻ്റെ കൂടെ വരേണ്ടവൾ, അവിടെ പോകേണ്ടതല്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പം ആബയുടെ കൈ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ വിരൽ ആബ ആണ് പിടിച്ചിരിക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പിക്കണം. മനസ്സിലായോ? പിന്നെ ജീവിച്ചിരിക്കുന്നത് യഹോവ മശിഹായ്ക്ക്, മരിക്കുന്നത് ലാഭം, അല്ലേ? പിശാചിൻ്റെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മൈൻഡ് ഷാർപ്പാക്കിയിട്ട് വെച്ചിരിക്കണം. ഈ കോൺഷ്യസ് മൈൻഡ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് നമ്മുടെ ജഡത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് പൂച്ചയെ പോലെ, അല്ലേ? ഈ പൂച്ച ഉറങ്ങാണെന്ന് നമ്മൾ വിചാരിക്കും, കണ്ണടച്ചിരിക്കണമെന്ന്. ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ അത് ചാടി വീഴും, അല്ലേ? അപ്പം അതുപോലെ പെട്ടെന്ന് വരാൻ പോകുന്ന അപകടം അറിഞ്ഞാൽ ചാടി എഴുന്നേക്കാൻ പറ്റണം നമുക്ക്. നമ്മളിപ്പോൾ തീയിൽ കൈ തൊടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൈ വലിക്കില്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉള്ളതുപോലെ, അല്ലേ? അപ്പം അതുപോലെ കോൺഷ്യസ് മൈൻഡിലായിരിക്കണം. സാത്താൻ വലിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. നീതിമാൻ പോലും പ്രയാസേന സ്വർഗരാജ്യത്തിൽ കിടക്കുമെന്നത് തിരുവചനം പറയണേ. അപ്പോൾ ദുഷ്ടന്മാരുടെ കാര്യമോ? അപ്പം അതിനാൽ ബോഷ്ക്ക് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയെ അന്ത്യവിധിക്ക് നീ റെഡിയാണോ? നിന്റെ കാര്യം കട്ട പോക.
വൃക്ഷത്തിൻ്റെ കടക്കിൽ കോടാലി വെച്ച് കഴിഞ്ഞു. ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ സാത്താൻ നമ്മെ നിയന്ത്രിച്ചാൽ നാം പെട്ടുപോകും കൂട്ടുകാരെ. അതായത് ആദവും അബ്രാഹവും മോശ, നമ്മുടെ ആദി മാതാപിതാക്കളൊക്കെ, യേശുവ, എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രവർത്തിച്ചത്, അവരുടെ ഇഷ്ടമല്ല. നമുക്ക് ദൈവം ബെസ്റ്റ് മാത്രമേ തരുള്ളൂന്നേ. നിങ്ങൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിൽ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തും ജീവിതത്തിൽ സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുക. ആബ എപ്പോഴും നമ്മുടെ നന്മ മാത്രമേ ആബയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് മാത്രമേ നമുക്ക് തരുള്ളൂ. എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും. അപ്പോൾ പിശാച് ദൈവം നമുക്ക് തന്ന കോൺഷ്യസ് മൈൻഡാണ് മാറ്റാൻ നോക്കുക. മനസ്സിലായി? അതായത് ഉദാഹരണമായിട്ട് മനുഷ്യൻ അറിയാതെ അവന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് ഈ സാത്താന് കഴിയും അല്ലേ? അത് നിർത്തി കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരണം നമ്മൾ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഷോർട്സ്, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് യൂട്യൂബിൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്നൊരു ഷോർട്സ് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അത് നല്ലതാണ്, നമുക്കത് കണ്ടിട്ട് നമ്മൾ അന്വേഷിക്കുന്നിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മളത് കാണും. അത് കണ്ട ഉടനടി അടുത്ത ഷോർട്സ് വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കൂടി നോക്കാം, അത് കാണും അല്ലേ? ഉടനടി അടുത്ത ഷോർട്സ്. അപ്പം നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ ചിലവഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ യൂട്യൂബ് 1 മണിക്കൂറൊക്കെ നമ്മളവിടെ പിടിച്ചെടുത്തും ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് കോൺഷ്യസ് ആയിരുന്ന നമ്മെ ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് സാത്താൻ പ്രത്യേകമായിട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോവാണ് അല്ലേ? അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളൊരു എന്താ നീ കുറേ നേരം ഇതിൽ കുത്തിരിക്കണേ, നീ എന്തിനാ ഇപ്പോൾ വന്ന, ഇതിൽ എന്ത് നോക്കാനാണ് വന്നല്ലേ? പെട്ടെന്നൊരു കോൺഷ്യസ് മൈൻഡ് തോന്നും അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് നേരം കൂടി നമുക്കിത് കണ്ടിട്ട് അത് നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഉടനടി ആ ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്തെടുത്ത് വയ്ക്കുക. ഇത്ര പ്രയാസമാണ് നമുക്കത്. അതായത് നമ്മളെ കോൺഷ്യസ് മൈൻഡ് കാത്തു സൂക്ഷിക്കണം. നമ്മളെ അറിയാതെ പോലും സാത്താൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ വലിച്ച് കൊണ്ടുപോകുമ്പോൾ മനഃപൂർവ്വം നമ്മൾ അവൻ്റെ മുഖത്തടിച്ചിട്ട് പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് അവനൊരു വഴി കൊടുക്കുക പാടില്ല. നമുക്ക് അത് തിരിച്ചു വരണം. അങ്ങനെ അതാണ് പറഞ്ഞത്, കോൺഷ്യസ് മൈൻഡ് കളഞ്ഞ് നമ്മളെ സബ് കോൺഷ്യസിലേക്ക് വലിച്ചു കൊണ്ടുപോകാനാണ് എപ്പോഴും ഈ സാത്താൻ നോക്കുക. നാം ദൈവരാജ്യത്തിൻ്റെ പോരാളികളായിരിക്കണം കേട്ടോ. അപ്പോൾ ദൈവരാജ്യം അല്ലേ? ദൈവം രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എവിടെ രാജാവായിരിക്കണോ അതാണ് ദൈവരാജ്യം അല്ലേ? ഇപ്പോൾ ഭൂമിയിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലാണ് ദൈവരാജ്യം. കാരണം എന്താ? ഇസ്രായേലിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം അല്ലേ? അപ്പം സാത്താൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ നോക്കുകയാണ്. എപ്പോഴും അതിന് നോക്കിക്കൊണ്ടിരിക്കുക. സാത്താൻ യുദ്ധത്തിന് വേണ്ടി പടച്ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പോരാളിയായ നാം എന്ത് ചെയ്യണം? IDF പോലെ സാത്താൻ മനസ്സിൽ കാണുന്നത് നമ്മൾ മാനത്ത് കാണണം സഹോദരരെ. നമുക്ക് നിഴലായി നിൽക്കേണ്ടത് ഇസ്രായേൽ രാജ്യമാണ് അല്ലേ? അവനവൻ തന്നെ ചിന്തിക്കണം, ഞാൻ ദൈവരാജ്യത്തിൻ്റെ സോൾജിയേഴ്സ് ആണ്. അത് നമുക്ക് മനസ്സിലായാൽ ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കും നമ്മൾ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ ജീവൻ നേടും. ദൈവത്തിൻ്റെ നല്ല ഭടനായിട്ട് നാം നിലകൊള്ളണം അല്ലേ? ഇപ്പോൾ സാത്താൻ ആദ്യം കൈയടക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ് അല്ലേ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മുടെ ആത്മാവിനെയാണ് അവൻ കൈയടക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന് വേണ്ടി ഒരു നല്ല ഭടനായിട്ട് നിലകൊള്ളണം. അപ്പം അതിന് എല്ലാ സഹോദരർക്കും കഴിയട്ടെ. എപ്പോഴും ദൈവവുമായിട്ട് പ്രാർത്ഥിച്ച് സംസാരിച്ച് ആ ഒരു ചൈതന്യത്തിൽ കോൺഷ്യസ് മൈൻഡോടുകൂടി ജീവിക്കാൻ എല്ലാ സഹോദരങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നിർത്താണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ലഹി ത്രോത്ത് എന്ന വാക്കാണ്. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അല്ലേ? ഗുഡ് ബൈ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ തോദ ആവശ്യം.